അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വിജൃംഭിച്ച വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണ്ട ഒരു പുതിയ ബൈക്ക് ഇറക്കുകയാണ്. ഇത് പറയുമ്പം നിങ്ങൾക്കിപ്പം തോന്നുന്നുണ്ടോ ഹോണ്ട ഫാൻ ബോയ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പം എനിക്ക് ധൈര്യത്തോടെ കൂടി പറയാം. അതായത് നല്ല വണ്ടികൾ ഇറക്കുന്ന സമയത്ത് ഐ ആം എ ഹോണ്ട ഫാൻ ബോയ്. ആൻഡ് ഇത്തവണ ഹോണ്ട എന്നോടൊരു ചെറിയൊരു ചതി ചെയ്തു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഞാൻ അതിൽ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ഹോണ്ട CB1000 GT ഇറക്കാണ് എന്ന് വെച്ചാൽ, ഞാൻ XR എടുക്കുന്നതിന് മുന്നേ നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോനകത്ത് നമ്മുടെ ഹോർണറ്റ് 1000 SP ഞാൻ എടുത്ത് ടൂറിംഗ് മോഡിഫൈ ചെയ്യുന്നത് അച്ചിട്ടായിരിക്കണു. എന്താണെന്നറിയില്ല, ഞാൻ ഈയിടെയായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് വെച്ച് BMW പ്രൈസ് ഞാൻ പറഞ്ഞത് അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ കരിങ്കണ്ണൊന്നും വിളിക്കരുത്. അപ്പം CB1000 GT എന്ന് പറയുന്ന വണ്ടി ഇറക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോർണറ്റിൻ്റെ അതേ വണ്ടി തന്നെ അവർ സെയിം ട്യൂണിങ് 150 bhp 120 Nm ഓഫ് ടോർക്ക്. ആ വണ്ടി ഒരു ടൂറിംഗ് ഫോർമാറ്റിൽ ഇറങ്ങുകയാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻലൈൻ 4 സ്പോർട്സ് ടൂർ ഫ്രം ഹോണ്ട. ഡിയർ CBR 650 റൈഡേഴ്സ്, നിങ്ങൾക്ക് വേണ്ട സംഭവം എത്തിക്കൊണ്ടിരിക്കുന്നു. അത് മോസ്റ്റ് പ്രോബബ്ലി ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം, ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ കണ്ട് വാങ്ങാൻ നിൽക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എത്തുന്നതിന് മുന്നേ ബുക്ക് ചെയ്യുക. ഹോണ്ട എങ്ങനെയാണ്, ഞാൻ ആദ്യമേ പറയാം ഹോണ്ട എങ്ങനെയാണ്. വണ്ടി എത്തുന്നതിന് മുന്നേ ബുക്ക് ചെയ്യുക. വണ്ടി എത്തി വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുക. അല്ലാതെ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഒരു 1-1.5 വർഷം പിടിക്കും വാങ്ങാൻ. അപ്പം അതാണ് അതിൻ്റെ സ്കീം. അപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ XR വാങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ന്യൂസ് അറിയുന്നത്. ഒരു പക്ഷേ ഞാൻ XR വാങ്ങുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ 650 സെയിലാക്കുന്നത് ഞാൻ ഒന്നുകൂടെ ഡിലേ ആക്കിയേനെ. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 825 mm സീറ്റ് ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സീറ്റ് ഹൈറ്റ് ഒന്നുമില്ല. ഇൻലൈൻ 4 പാനിയേഴ്സിനുള്ള സെറ്റപ്പ് ഉണ്ട്, ലോങ്ങർ വീൽ ബേസ്, അതിൻ്റെ സ്വിംഗ് ആം കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഹീറ്റഡ് ഗ്രിപ്സ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ, ഫ്രണ്ട് സസ്പെൻഷൻ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റഡ് ആണ്. ഇതൊക്കെ നോക്കുന്നൊരു സമയത്ത് അത്യാവശ്യം നല്ല ഒരു ബൈ ആവാനാണ് സാധ്യത. പിന്നെ അതുമാത്രമല്ല ഹോണ്ട ആയതുകൊണ്ട് ഹോണ്ടയുടെ ആ ഒരു റിലയബിലിറ്റിയും കിട്ടാനുള്ള നല്ലൊരു സാധ്യതയുണ്ട്. പിന്നെ വണ്ടി ഒരൊറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയൊരു വണ്ടിയായിട്ട് തോന്നില്ല, ഒരു ചെറിയൊരു വണ്ടിയായിട്ടാണ് തോന്നുന്നത്. പിന്നെ കണ്ടിട്ടുള്ള ഒരു ലുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെഡ്ലൈറ്റ്, സൈഡിലെ ലൈറ്റ് ഉണ്ടല്ലോ, ആ സൈഡിലെ ലൈറ്റ് ഇല്ലാത്ത വണ്ടി എനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. സൈഡിലെ ലൈറ്റ് വെക്കുമ്പോഴാണ് ആ വണ്ടിക്ക് കുറച്ചുകൂടെ ഒരു ഭീകരത തോന്നിക്കുന്നത്. അപ്പം അതല്ലെങ്കിൽ ഒരു സുസുക്കിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ആ വണ്ടിക്ക്. ഇനി അവിടുന്ന് എങ്ങാനും തോണ്ടിയതാണോ എന്നറിയില്ല ഡിസൈൻ, പക്ഷേ ചെറിയൊരു സുസുക്കി ലുക്ക് എനിക്ക് തോന്നുന്ന പോലെ ഉണ്ട്. അപ്പം വലിയൊരു വണ്ടിയായിട്ട് തോന്നുന്നില്ല. 21 ലിറ്റർ ടാങ്കാണ് അതിന് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്ന ഒരു സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണിത്. സീറ്റ് ഹൈറ്റ് 825 ആണെന്ന് പറഞ്ഞെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് അതിമാരകമായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മിക്കവാറും 135 തന്നെയായിരിക്കും അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും. ഇൻലൈൻ 4 വരുന്നത്. സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ്, നല്ല സൗണ്ടാണ് അതിൻ്റെ കേൾക്കാൻ. ഹോണ്ടയുടെ വെബ്സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും അതിൻ്റെ സൗണ്ട്. അവരിപ്പോൾ തന്നെ അത് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രൊഡക്ഷൻ റെഡിയാണ്, സംഭവം ഇറങ്ങാൻ പോകുകയെന്നുള്ളതിന് സംശയമില്ല. 2026 അവർ സെൽ ഔട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു സമയത്ത് അത് ഇന്ത്യയിലേക്ക് വരും. പിന്നെ ആസ് ഓഫ് നൗ ഈ ഒരു വണ്ടിക്ക് 3 കളർ വേരിയൻസ് ആണ് ഹോണ്ട ഓഫർ ചെയ്തിട്ടുള്ളത്. ഒരു റെഡ്, പിന്നെ ഒരു ഗ്രേ, പിന്നെ ഒരു പേൾ വൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. പേഴ്സണലി എനിക്ക് റെഡ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് കണ്ടപ്പം. ബ്ലാക്കും നല്ലൊരു രസമുണ്ട്. ഗ്രേ കുറച്ചുകൂടെ വണ്ടി ചെറുതായി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് അത് ഹോണ്ടയുടെ ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. ഗ്രേ എന്ന് പറഞ്ഞാൽ അതൊരു വൈറ്റിഷ് ഗ്രേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ വണ്ടിക്ക് റൈഡ് ബൈ വേ ത്രോട്ടിൽ വരുന്നുണ്ട്, ഹീറ്റഡ് ഗ്രിപ്സ് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഇലക്ട്രിക്കലി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് തന്നെ വേണം പറയാം. ഇനി ഈ വണ്ടി മൊത്തത്തിൽ നോക്കിയിട്ട് ആകെ കൂടെ കാണുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് 230 kg ആണ് ബൈക്ക്. 230 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ബൈക്കാണ്. മേ ബി വണ്ടി ഓടിക്കുന്നൊരു സമയത്ത് നമുക്ക് ആ ഒരു വണ്ടിയുടെ ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും വണ്ടി പാർക്കിംഗ് എന്നൊക്കെ ഹെവി ആവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം 230 kg എന്ന് പറയുന്നത് ചില്ലറയായിട്ടുള്ളൊരു സംഭവമല്ല. അപ്പം ഇതിൻ്റെ കോമ്പറ്റീഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ ട്രേസർ 900 GT ഉണ്ട്, അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ആവും. പിന്നെ ഇപ്പം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കവാസാക്കിയുടെ 1000 ഉണ്ട്, അത് നിഞ്ച 1000. അപ്പം അങ്ങനത്തെ വണ്ടികൾ 1000cc ഇൻലൈൻ 4 ടൂറിംഗ് ബൈക്സിന് ഒരു കിടപിടിക്കാൻ പോകുന്നതാണ്. XR-ഉമായിട്ട് കിടപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും കിടപിടിക്കും ഇൻ ടേംസ് ഓഫ് എൻജിൻ CC. പക്ഷേ XR വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും എക്യുപ്മെൻറ്റ്സും നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ പ്രൈസ് ഡെഫിനറ്റായിട്ടും ആനയും അമ്പഴങ്ങിയും നമ്മളെ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഓൾമോസ്റ്റ് XR-ൻ്റെ ഒരു ഹാഫ് പ്രൈസിൻ്റെ ആ ഒരു റേഞ്ചിലായിരിക്കാം ഹോണ്ട ഇത് പ്രൈസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഹോർണറ്റ് 1000 പോകുന്നതിനേക്കാളും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2 to 2.5 lakh കൂടുതലാവാനാണ് ഒരു സാധ്യത. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വാല്യൂ ഫോർ മണി. അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർണറ്റ് 1000 ആണ് കുറേ കാലത്തിന് ശേഷം ഹോണ്ട നന്നായിട്ട് പ്രൈസ് ചെയ്തൊരു ബൈക്ക്. ബാക്കി എല്ലാം തന്നെ വെടിയും പോകുകയായിരുന്നു. അതായത് ഒരു രക്ഷയില്ലാത്ത പ്രൈസിംഗ് ആണ്. പോരാത്തതിന് ഇപ്പോൾ ഇറക്കിയ ഫയർ ബ്ലേഡും നല്ല പ്രൈസിംഗ് ആണ്. അപ്പം ആരാണോ അതിന് വിലയിടുന്നത് അങ്ങേക്ക്
ഏകദേശം ബുദ്ധിയൊക്കെ ഉദിച്ചിട്ടാണ് അവരിപ്പോൾ ഇന്ത്യയിൽ വിലയിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വണ്ടി കിട്ടാനില്ല, അതാണ് വേറൊരു സംഭവം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ബുക്ക് ചെയ്തിട്ട് എന്ന് ഇന്ത്യയിൽ അനൗൺസ് ചെയ്യുന്നു അന്ന് അങ്ങ് കയറി ബുക്ക് ചെയ്യാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം.